നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു കോക്കനട്ട് ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, 3 ചേരുവകൾ മാത്രം മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഈ ഒരു ലഡു ഉണ്ടാക്കാൻ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് വേണ്ടത്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് പെട്ടെന്നൊന്ന് കാണിക്കാം കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ വേണം. ഇത് നമ്മൾ പല വലുപ്പത്തിലായിരിക്കുമല്ലോ ചിരകിയിട്ടുണ്ടാവും, അതുകൊണ്ട് ചെറിയ തരിയാക്കി എടുക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3-4 തവണയൊന്ന് പൾസ് ചെയ്തെടുക്കുക. അരഞ്ഞു പോകണ്ട, ചെറിയ തരിയാക്കിയിട്ട് ഇതേപോലെ അങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി. ഇതെന്നിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. തേങ്ങയൊന്നും അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കിട്ടിയാൽ മതി. ഒരുപാട് മൂപ്പിച്ചിട്ട് ഗോൾഡൻ കളർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങേൻ്റെ കളറ് വെള്ള കളറിൽ നിന്ന് മാറുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, എന്നാൽ തേങ്ങയുടെ വെള്ള കളറൊന്നും പോയിട്ടുമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് പരത്തിയിട്ട് കൊടുക്കുക. ഇതിൽ നിന്നൊരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് അവസാനം നമുക്ക് ലഡു ഉണ്ടാക്കിയതിന് ശേഷം അതിന് മുകളിൽ കോട്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഈ പാൽ നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം. പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അതല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ ഏതെങ്കിലും പാത്രം എടുത്താലും മതി. ഈ പാലൊന്ന് വറ്റി വരാൻ കുറച്ച് സമയം എടുക്കുക, അതുമാത്രമേ ഇതിൽ സമയം എടുക്കുന്നതായിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാല് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മധുരവും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര പാകത്തിനുള്ളൊരു മധുരമായിരിക്കും. ഇനി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അലിഞ്ഞ് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമുക്കിത് ലഡു ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാനുള്ളതല്ലേ, അപ്പോൾ നന്നായിട്ടങ്ങ് വറ്റി വന്നോട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുപ്പിൽ നിന്ന് മാറ്റാം. ഒരുപാട് തണുത്ത് പോകരുത് കേട്ടോ. ചെറിയൊരു ചൂടോട് കൂട്ടിയിട്ട് വേണം നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാൻ. ഇപ്പോൾ ഇതിന് ചെറിയൊരു ചൂടുണ്ട്. നമുക്കിത് ചെറിയ ബോളാക്കിയിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ചെറിയ ബോളാക്കിയിട്ട് അങ്ങ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അതിലേക്കൊന്ന് മുക്കിയിട്ട് മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ലഡു ഉണ്ടാക്കിയെടുക്കാം. ഇത്ര ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 15-16 ലഡു വരെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ 15 ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം. ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. മധുരമൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര തന്നെ മതിയാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഇല്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.